തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ KSU പഠന ക്യാമ്പിൽ 70% പേരും മദ്യപിച്ചാണ് എത്തിയതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ. തിരുവനന്തപുരം ജില്ലയിലെ പ്രശ്നങ്ങളാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. ആർക്കും വാർത്ത ചോർത്തി നൽകിയിട്ടില്ല. KSU ക്യാമ്പിൽ മദ്യം എത്തിയ വഴി എല്ലാവർക്കും അറിയാമല്ലോ എന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു. സസ്പെൻഡ് ചെയ്തു. ഒരു മാധ്യമ സ്ഥാപനങ്ങളിലും ചേട്ടാ വാർത്ത കൊടുത്തിട്ടില്ല. ഞാൻ KPCC പ്രസിഡന്റിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു KSU പ്രവർത്തകനാണ്. സംസ്ഥാന പ്രസിഡന്റ് ഗ്രൂപ്പ് വൈരാഗ്യമാണ്. പ്രസിഡന്റ് വിഭാഗത്തിനോടുള്ള വൈരാഗ്യം മൂലമാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ തർക്കം അല്ലെങ്കിൽ അടിക്കുന്ന ആളുകൾ മദ്യപിച്ചുകൊണ്ടാണ് കമ്മിറ്റി ആ ക്യാമ്പിൽ ഇരുന്നിട്ടുള്ളത്. ക്യാമ്പിൽ ഇരുന്ന് 70% ആളുകൾ മദ്യപിച്ചുകൊണ്ടാണ് ഇരുന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് എത്തിച്ചു കൊടുത്തിട്ടുള്ള വഴിയൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാലോ. വാർത്ത ചോർത്തി നൽകിയതിന് അനന്തകൃഷ്ണൻ ഉൾപ്പെടെ 2 പേരെ NSU നേതൃത്വം സസ്പെൻഡ് ചെയ്തിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം KSUവിലെ ഗ്രൂപ്പ് തർക്കം അത് പരസ്യമായി തന്നെ പുറത്തേക്ക് വരികയാണോ? നമുക്കറിയാവുന്നതുപോലെ പ്രസിഡന്റും മറ്റ് ഭാരവാഹികളും തമ്മിലൊക്കെയുള്ള തർക്കം അത് ഈ തരത്തിലേക്ക് പുറത്തു വന്നിരിക്കുകയാണോ ഇപ്പോൾ? തീർച്ചയായും KSU ഒരു കാലഘട്ടത്തിലും ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയൊന്നുമല്ല. കോൺഗ്രസിനെ പോലെ തന്നെ കോൺഗ്രസിന്റെ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അവിടെയും ഭാരവാഹികളായി നിൽക്കാറുള്ളത്. എന്തായാലും KSU സംസ്ഥാന പ്രസിഡന്റിന്റെ പകവീട്ടലാണ് ഇതിനെയൊക്കെ പ്രശ്നമെന്നാണ് ഏറ്റവും ഒടുവിൽ അനന്തകൃഷ്ണൻ പറയുന്നത്. 2 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്ന പേരിൽ 2 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇത് കൂടാതെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അടി കൊണ്ടവനും എതിരെ മാത്രം നടപടിയെടുക്കുകയും അടി കൊള്ളാത്ത ആളുകളെ അടിച്ച ആളുകൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്ന ഒരു ആക്ഷേപമാണ് ഉയർത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ കാര്യം KSU ക്യാമ്പിന്, നെയ്യാർ ഡാമിലെ KSU ക്യാമ്പിനെത്തിയ 70% പ്രവർത്തകരും മദ്യപിച്ചാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ മദ്യം എത്തിയ വഴി നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ എന്ന് ചൂണ്ടുകയാണ്. അതായത് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് നേർക്ക് തന്നെയാണ് കുന്തമുന തീർച്ചയായും സസ്പെൻഡ് ചെയ്യപ്പെട്ട ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ ഉയർത്തുന്നത്. എന്തായാലും NSU നേതൃത്വത്തിനടക്കം ഈ വിഷയത്തിൽ പരാതി നൽകാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ടത് KPC പ്രസിഡന്റിന്റെ ഒപ്പം നിൽക്കുന്നയാളാണ് അനന്തകൃഷ്ണൻ. KPCയുടെ സമാന്തര അന്വേഷണം ഈ വിഷയത്തിൽ KSU കൂട്ടത്തിലിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഒരു നടപടി വരും മുൻപ് അല്ലെങ്കിൽ റിപ്പോർട്ട് വരും മുൻപ് KPC പ്രസിഡന്റിനൊപ്പമുള്ള ആളുകളെ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തിയത് പകവീട്ടൽ നടപടിയാണ്. അതിന് പിന്നിൽ അലോഷ്യസ് സേവ്യർ എന്ന KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. NSUIക്ക് ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുമെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നു. ശരി, KSU പഠന ക്യാമ്പിലുണ്ടായ തർക്കം, കൂട്ടത്തല്ല്, അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. KSUവിലെ ഗ്രൂപ്പ് വൈരം എത്രത്തോളമാണ് എന്നുള്ളതിൻ്റെ കൂടി നേർസാക്ഷ്യമായി മാറുകയാണ് ഈ വിവരം.